വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ എന്ന ആശയം എപ്പോഴും ജനങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ 2016-ൽ ഇന്ത്യയിൽ ഒരു കമ്പനി അവതരിപ്പിച്ച ആശയം അതീവ വിസ്മയകരമായിരുന്നു. വെറും 251 രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ. ഫ്രീഡം 251 എന്ന പേരിൽ റിംഗിംഗ് ബെൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മുന്നോട്ട് വെച്ച ഈ വാഗ്ദാനം രാജ്യത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ എന്ന വിശേഷണത്തോടെയാണ് ഫ്രീഡം 251 രംഗപ്രവേശം ചെയ്തത്. സാധാരണക്കാരെയും ദരിദ്രരെയും ലക്ഷ്യമിട്ട് ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ സർക്കാർ പദ്ധതികളുമായി ഇതിനെ ബന്ധപ്പെടുത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സ്വപ്നത്തിലേക്ക് കണ്ണുമിഴിച്ചത്. 2016 ഫെബ്രുവരി മാസത്തിലാണ് ഫ്രീഡം 251ന്റെ പ്രഖ്യാപനം നടക്കുന്നത്. നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിംഗിംഗ് ബെൽസ് എന്ന കമ്പനിയുടെ സ്ഥാപകനായ മോഹിത് ഗോയലാണ് ഈ ഫോണിന് പിന്നിലെ സൂത്രധാരൻ. കേവലം 251 രൂപയ്ക്ക് ലഭിക്കുന്ന ഫോണിന് അവിശ്വസനീയമായ ഫീച്ചേഴ്സാണ് കമ്പനി വാഗ്ദാനം ചെയ്തത്. 4 ഇഞ്ച് QHD IPS ഡിസ്പ്ലേ, 1.3 GHz ക്വാഡ് കോർ പ്രോസസർ, 1 GB റാം, 8 GB ഇന്റേണൽ സ്റ്റോറേജ്, അത് 32 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. 3.2 മെഗാപിക്സൽ പിൻ ക്യാമറ, 0.3 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, 1450 mAh ബാറ്ററി, 3G കണക്ടിവിറ്റി എന്നിവയെല്ലാം ഫ്രീഡം 251ന്റെ ഫീച്ചേഴ്സായി പ്രഖ്യാപിക്കപ്പെട്ടു. ആൻഡ്രോയിഡ് 5.1 ലോലിപോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും 1 വർഷത്തെ വാറണ്ടിയും 650-ലധികം സർവീസ് സെന്ററുകളും ഉണ്ടാകുമെന്നും കമ്പനി അറിയിച്ചു. ഈ ഫോണിന്റെ പ്രഖ്യാപനം ഒരു തരംഗം പോലെ രാജ്യത്ത് വ്യാപിച്ചു. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും സവിശേഷതകളുള്ള ഒരു ഫോൺ സാധാരണക്കാർക്ക് ലഭിക്കുമെന്നത് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. ബുക്കിംഗ് ആരംഭിച്ചതിന് ശേഷം വെറും 2 ദിവസത്തിനുള്ളിൽ 6.17 കോടി ആളുകളാണ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത്. സൈറ്റിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബുക്കിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. പ്രീ ബുക്കിംഗിലൂടെ മാത്രം 145 കോടി രൂപയാണ് കമ്പനി നേടിയത്. ആദ്യഘട്ടത്തിൽ 5000 പേർക്ക് ഫോൺ വിതരണം ചെയ്യുമെന്ന് മോഹിത് ഗോയൽ അറിയിച്ചിരുന്നു. അതേസമയം ഈ പദ്ധതിയുടെ പ്രഖ്യാപനം നടന്നത് മുതൽ തന്നെ നിരവധി സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. സാമ്പത്തിക വിദഗ്ധരും ടെലികോം വ്യവസായ രംഗത്തുള്ളവരും ഈ വിലയെ ചോദ്യം ചെയ്തു. അന്ന് ലഭ്യമായിരുന്ന ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോണിന് പോലും ഏകദേശം 2300 രൂപയെങ്കിലും വിലയുണ്ടായിരുന്നു. 251 രൂപയ്ക്ക് ഒരു ഫോൺ നിർമ്മിച്ച് വിൽക്കുന്നത് എങ്ങനെ ലാഭകരമാകും എന്ന ചോദ്യത്തിന് കമ്പനിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതിലൂടെയും വലിയ തോതിലുള്ള ഉൽപാദനത്തിലൂടെയും, അതായത് എക്കണോമി ഓഫ് സ്കെയിൽ വഴി ലാഭം ഉണ്ടാക്കുമെന്നാണ് കമ്പനി അധികൃതർ പറഞ്ഞത്. എന്നാൽ ഈ വാദങ്ങൾ സാങ്കേതിക രംഗത്തെ വിദഗ്ധർ തള്ളിക്കളഞ്ഞു. ലോഞ്ചിങ് ചടങ്ങിൽ പ്രദർശിപ്പിച്ച ഫോൺ മറ്റൊരു ചൈനീസ് ബ്രാൻഡായ ആഡ്കോം ഐക്കോൺ 4 ആയിരുന്നു എന്നും അതിന്റെ ലോഗോ മായ്ച്ച് ഫ്രീഡം 251 എന്ന് എഴുതുകയായിരുന്നു എന്നും ആരോപണങ്ങൾ ഉയർന്നു. ഈ ആരോപണം ശരിയാണെന്ന് പിന്നീട് തെളിഞ്ഞു. BJP MP കിരിത് സോമയ്യ ഈ പദ്ധതിയെ വൻ തട്ടിപ്പ് എന്ന് വിശേഷിപ്പിക്കുകയും സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. കമ്പനിയുടെ ധനകാര്യങ്ങൾ, രജിസ്ട്രേഷൻ, പ്രൊമോട്ടർമാർക്കുള്ള മുൻ പരിചയം എന്നിവയെക്കുറിച്ചെല്ലാം അദ്ദേഹം സംശയങ്ങൾ ഉന്നയിച്ചു. കമ്പനി സർക്കാർ സബ്സിഡി ഒന്നും ഉപയോഗിക്കുന്നില്ലെന്ന് വ്യക്തമായതോടെ തട്ടിപ്പാണെന്ന ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി. വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നതോടെ കമ്പനി ബുക്ക് ചെയ്ത ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിക്കുന്നത് നിർത്തിവെച്ച് പേയ്മെന്റ് ഗേറ്റ്വേ ആയ പേയുബിസ് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ സംശയങ്ങളെ തുടർന്ന് പേയുബിസ് കമ്പനിക്ക് പണം നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതിനുശേഷം ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ കമ്പനി പ്രഖ്യാപിച്ചു. ഫോൺ കയ്യിൽ കിട്ടുമ്പോൾ മാത്രം പണം നൽകിയാൽ മതിയെന്ന ഈ വാഗ്ദാനം ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകി. എന്നാൽ ഫോൺ ലഭിക്കുന്നതിനായി മാസങ്ങളോളം ആളുകൾ കാത്തിരുന്നു. 2016 ഏപ്രിൽ 15-ന് വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ജൂൺ 30-നകം എല്ലാവർക്കും ഫോൺ നൽകുമെന്നായിരുന്നു പുതിയ വാഗ്ദാനം. എന്നാൽ ഈ വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല. ഫോണുകൾക്ക് പകരം ഏതാനും LED ടിവികളും മറ്റ് ഉൽപ്പന്നങ്ങളും പുറത്തിറക്കി ആളുകളുടെ ശ്രദ്ധ മാറ്റാൻ കമ്പനി ശ്രമിച്ചു. തുടർന്ന് ഫ്രീഡം 251 ഫോണിനായി പ്രീ ബുക്ക് ചെയ്തവർക്ക് ഫോൺ ലഭിക്കാതെ വന്നതോടെ പരാതികൾ പെരുകി. കമ്പനിയുടെ കസ്റ്റമർ കെയർ സർവീസ് പോലും നിർത്തലാക്കി. റിംഗിംഗ് ബെൽസിന്റെ നോയിഡയിലെ ഓഫീസ് അടച്ചുപൂട്ടി. കമ്പനി അടച്ചുപൂട്ടിയെന്നും മോഹിത് ഗോയൽ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാർ രാജിവെച്ചെന്നും വാർത്തകൾ വന്നു. കമ്പനി തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. കമ്പനിയുടെ പതനത്തോടെ തട്ടിപ്പിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവന്നു. മോഹിത് ഗോയൽ ഒരു കാർഷിക ഉൽപ്പന്ന ബിസിനസ്സുകാരനാണെന്നും അദ്ദേഹത്തിന് ഈ മേഖലയിൽ യാതൊരു മുൻപരിചയവുമില്ലെന്നും വെളിപ്പെട്ടു. മാത്രമല്ല, അദ്ദേഹം ഉൾപ്പെട്ട മറ്റ് സാമ്പത്തിക തട്ടിപ്പ് കേസുകളും പുറത്തുവന്നു. ഫ്രീഡം 251 വേണ്ടി പ്രീ ബുക്ക് ചെയ്ത പണം മുഴുവൻ തിരികെ നൽകിയിട്ടില്ലെന്നും 7 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നുമുള്ള ആരോപണങ്ങൾ ശക്തമായി. 2017 ഫെബ്രുവരിയിൽ മറ്റൊരു കച്ചവടക്കാരനായ അയാം എന്റർപ്രൈസസിനെ 16 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ മോഹിത് ഗോയൽ അറസ്റ്റിലായി.
ഫ്രീഡം 251 യഥാർത്ഥത്തിൽ ഒരു പോൺസി സ്കീം ആയിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പുതിയ ഉപഭോക്താക്കളിൽ നിന്ന് പണം വാങ്ങി പഴയവർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ പണം പൂർണ്ണമായും തട്ടിപ്പ് നടത്തുകയോ ചെയ്യുന്ന ഒരുതരം സാമ്പത്തിക തട്ടിപ്പായിരുന്നു ഇത്. കമ്പനിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത കോടിക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ പോലും മറച്ചു വിൽക്കാൻ ശ്രമിച്ചതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ വിവരങ്ങൾ ഒരു തരത്തിലും സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. ഫ്രീഡം 251ന്റെ ഉയർച്ചയും തകർച്ചയും ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഒരു വലിയ പാഠമാണ് നൽകിയത്. വിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഒരു ഉൽപ്പന്നം ലഭിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും കമ്പനിയുടെ വിശ്വാസ്യതയും ചരിത്രവും വ്യക്തമായി പഠിക്കണമെന്നും ഈ സംഭവം ഓർമ്മിപ്പിച്ചു. കൂടാതെ ഓൺലൈൻ ഇടപാടുകളിലും ഉൽപ്പന്ന ബുക്കിംഗിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്നും ഇത് ചൂണ്ടിക്കാണിച്ചു. ഫ്രീഡം 251 ഒരു സ്വപ്നമായി ആരംഭിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷകളെ ജ്വലിപ്പിച്ചു. എന്നാൽ ഒടുവിൽ അതൊരു സാമ്പത്തിക തട്ടിപ്പായി അവസാനിച്ചു. ഒരു ചെറിയ കമ്പനിയുടെ വ്യാജ വാഗ്ദാനം രാജ്യത്തെ മൊത്തം സാങ്കേതിക രംഗത്തെയും ജനങ്ങളെയും എങ്ങനെ സ്വാധീനിച്ചു എന്നതിന്റെ ഉദാഹരണമായി ഇതെന്നും ഓർമ്മിക്കപ്പെടും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.